ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അരിപ്പായസമാണ് കേട്ടോ. അപ്പോൾ പച്ചരിയാണ് ഞാൻ എടുത്തത്. പായസത്തിൻ്റെ അരിയും എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് നിറയാണ് ഞാൻ പച്ചരി എടുത്തത്. അപ്പോൾ നമ്മൾക്ക് എത്രയാണോ പായസം, ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് അരി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്കിതിനെ നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ പച്ചരി കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ കുക്കറാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ അത് ഇളക്കാനെല്ലാം കുറച്ച് നല്ല സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വലിയ കുക്കറിലേക്ക് മാറ്റി കൊടുത്തത്. അപ്പോൾ നമ്മൾക്കത് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ അരി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇനി പായസത്തിലേക്ക് ആവശ്യമായ മറ്റ് സാധനങ്ങളൊന്ന് നോക്കാം. അപ്പോൾ പായസത്തിലിടാൻ ആവശ്യമായ സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ ഒരു വലിയ തേങ്ങ തന്നെ മുഴുവനായിട്ട് ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നതാണ് ഒരു 350 ഗ്രാം വെല്ലം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രയാണോ മധുരം വേണ്ടുന്നത്, അപ്പോൾ ആ പായസത്തിന് കണക്കായിട്ടുള്ള മധുരം നമ്മൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മധുരം താല്പര്യമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. പിന്നെ വേണ്ടുന്നതാണ് ചെറുപഴം. അതൊരു 3-4 ചെറിയ പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈസൂർ പഴമാണെങ്കിൽ പായസത്തിന് നല്ല മണവും രുചിയും ഉണ്ടാവും. പക്ഷേ എനിക്ക് കിട്ടിയത് സോദരിപ്പഴമാണ് കേട്ടോ. അപ്പോൾ മൈസൂർ പഴം കിട്ടുകയാണെങ്കിൽ അത് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഏലക്കായ് 10-15 ഏലക്കായ് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നതാണ് നെയ്യ്. അപ്പോൾ ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളവർ നെയ്യ് കൂട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കണം. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടുന്നതാണ് കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി, കുറച്ച് ബദാം. അപ്പോൾ ഈ കുറച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അപ്പോൾ ഇതിന് അളവില്ല. അപ്പോൾ ഈ നട്ട്സ് ഇടുന്നതിനൊന്നും അളവില്ല. അതിൻ്റെ പേരിലാണ് നമ്മളെ കയ്യിൽ എത്ര ഉള്ളതെന്ന് വിചാരിച്ചാൽ, ഏത് നട്ട്സാണ് ഉള്ളത് വിചാരിച്ചാൽ അത് എടുക്കാവുന്നതാണ്. അതിൻ്റെ പേരിലാണ് ഞാൻ കുറച്ച് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമായത് എത്രയും എടുക്കാവുന്നതാണ്. രുചിക്കനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഇതാ പച്ചരി വേവിച്ചത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലാകുമ്പം ഇങ്ങനെ ഒന്നും കാണാൻ പറ്റുന്നില്ല വീഡിയോ എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്കൊന്ന് മാറ്റി കൊടുത്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾക്ക് വെല്ലം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെല്ലം സാധാരണ രീതിയിൽ ഒന്ന് മെൽട്ടാക്കിയിട്ടാണ് പായസത്തിലൊക്കെ ഒഴിക്കേണ്ടത്. പക്ഷേ ഇതിൽ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത വെല്ലമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഈ മുഴുവനായി തന്നെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വെല്ലം കല്ലും മൺപൊടിയൊക്കെ ഉള്ള വെല്ലമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെൽറ്റ് ചെയ്തിട്ട് മാത്രം അരിച്ചിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ വേവിച്ച് വെച്ച അരിയിൽ പച്ചരിയിൽ നമ്മൾക്ക് ഈ വെല്ലം ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർക്കുന്നതാണ് ചെറിയ പഴം മുറിച്ചത് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് തേങ്ങ ചിരവിയതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മധുരം, ഷുഗറിൻ്റെ പ്രോബ്ലം ഉള്ളവരെല്ലാം മധുരം ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾക്ക് അതിലേക്ക് ചൂടുവെള്ളം മാത്രം ചേർക്കണം കേട്ടോ. പച്ചവെള്ളം ചേർക്കരുത്. അപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ വെല്ലും ചെറുതായി മുറിച്ച ചെറിയ പഴവും തേങ്ങയും ഒക്കെ ചേർത്തിട്ട് ഞാൻ പാകത്തിന് തന്നെ ഇതാവശ്യമില്ല എത്ര ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിതൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചിട്ട് പാകത്തിന് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. തേങ്ങ മാത്രം ചേർക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ പായസം കുറച്ചും കൂടി വെള്ളം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി വെള്ളം ആക്കാം. അപ്പോൾ ഈ വെല്ലമൊക്കെ മെൽട്ടായി വരുന്ന സമയത്ത് കുറച്ചും കൂടെ വെള്ളം ആയി കിട്ടിക്കോളും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഏറ്റവും അതൊന്ന് തിളപ്പിക്കാം, നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ വെല്ലമൊക്കെ മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. പായസം തിളച്ച് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത്, കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പായസം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലോണം തെറിച്ച് വരുന്നുണ്ട് പായസം തിളക്കുന്ന സമയത്ത്. കൈക്ക് തെറിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിച്ചാൽ പായസത്തിൽ കുറച്ച് കൂടുതൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ല മണവും ഉണ്ടാവും.
അപ്പോൾ ഈ എന്താ പറയുക കൊളസ്ട്രോളും പിന്നെ ഷുഗറും ഒക്കെ ഉള്ളവർ ഈ നെയ്യും മധുരമൊക്കെ കൂടുതൽ ചേർക്കുന്നത് ഒഴിവാക്കണം കേട്ടോ. കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് ഏലക്ക പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടിയും നെയ്യൊക്കെ ചേർത്തതിന് ശേഷം നന്നായി തിളച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട് പായസം. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി അത് ചൂടാറി കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി ഒന്ന് തിക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ മധുരമൊക്കെ കറക്റ്റാണ് ഉള്ളത്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ച ബദാമും മുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ നെയ്യൊന്ന് മെൽട്ടായി വരട്ടെ കേട്ടോ. അപ്പോൾ ചൂടായ നെയ്യിലേക്ക് നമുക്ക് ഈ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടല്ല ഇട്ട് കൊടുക്കുന്നത്, മുഴുവനായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ മൂപ്പിച്ച നട്ട്സ് എല്ലാം നമുക്ക് ഈ പായസത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നെയ്യോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ അരിപ്പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അരിപ്പായസമൊക്കെ വെക്കാൻ അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരും കൂടെ ഒന്ന് ഇത് നോക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കണ്ടില്ല, മധുരമൊക്കെ വളരെ കറക്റ്റാണ് കേട്ടോ. ആ ഇട്ട വെല്ലെല്ലാം വളരെ കറക്റ്റാണ്. അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.